ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കട്ടൻ ചായ കുടിച്ചിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം കട്ടൻ ചായയാണ്. ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും കുടിക്കുക കട്ടൻ ചായ ആയിരിക്കും. പാൽ ചായ എനിക്ക് അത്ര ഇഷ്ടമല്ല. വല്ലപ്പോഴും കൂടിയിട്ടൊക്കെ കുടിക്കാൻ കുഴപ്പമില്ല, എപ്പോഴും എനിക്കിഷ്ടമല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇഫ്രൂനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരാൾ കണ്ണൊക്കെ തിരുമ്മി ഭയങ്കര ക്ഷീണമാണെന്ന് 10:30 ആയിട്ടുണ്ട്, ഇതുവരെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉണർത്തി അങ്ങനെ കണ്ണൊക്കെ തിരുമ്മി ആൾ എണീറ്റ് വരുന്നുണ്ട്. എന്നാലും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല വിളിച്ച് എണ്ണീപ്പിച്ചത്. ഒരു ഉറക്കത്തിൻ്റെ ലക്ഷണം ഒന്നും മാറിയിട്ടില്ല, ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ആൾ. അങ്ങനെ ഞാൻ പിന്നെ കുത്തി പൊക്കി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഫുഡ് കൊടുത്തു. അപ്പോൾ അവിടെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഇത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാർട്ടൂണും കണ്ടുകൊണ്ടിരുന്നാൽ പിന്നെ അതിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഫേവറേറ്റ് ആണ് നാസ്തിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൊച്ചുകുട്ടിയുടെ ഈ ഒരു പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ട് വായും തുറന്ന് അതിലോട്ടിരിക്കും. പിന്നെ ഭക്ഷണം ഞാൻ പിന്നെ അടുത്ത് ചെന്നിട്ട് ഇതാക്കിയാലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ നൂഡിൽസ് ഇന്നത്തെ ദിവസം മാത്രമേ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. എല്ലപ്പോഴും കൂടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. നൂഡിൽസ് കഴിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ വല്ലപ്പോഴും കൂടിയിട്ട് ഞാൻ നൂഡിൽസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. എന്നാൽ വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ എണീറ്റപ്പം കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകണം. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റ് കൂടെ ഇട്ടില്ലേ നല്ല ഫുൾ ഇരുട്ടായിരിക്കും. ഇപ്പം ഞാൻ രാവിലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം പ്രാവിന് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ പുറത്താണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ അതുങ്ങൾ വരികയും ചെയ്യും. ആ വെള്ളം കുറച്ചുകൂടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാം കുടിച്ച് തീർത്തിട്ടുണ്ടാവും. അത്രയ്ക്കും ചൂടാണ് പുറത്ത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇക്ക ഉള്ളപ്പോൾ ഇക്കായിരിക്കും രാവിലെ വെക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൈമിൽ. ഇക്ക ഇല്ലാത്തപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ വെള്ളം വെക്കും. ഞാൻ വെള്ളം വെച്ച് മാറി ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ പ്രാവുകൾ വന്നിരുന്നിട്ട് വെള്ളം കുടിക്കുന്ന കാണാം. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഇഫ്രു കയറി ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഫുൾ അവിടെ ചെടികളെല്ലാം വെച്ചേക്കുന്നതുകൊണ്ട് ഇഫ്രുവിന് ഈ റൂമിൽ നോ എൻട്രിയാണ്. പക്ഷേ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ആളവിടെ കയറി ഇരുന്ന് ബഹളമൊക്കെ തുടങ്ങും. അപ്പോൾ ഇക്കാടെ ചെടികളൊക്കെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇങ്ങനെ വാടിയൊക്കെ പോകുന്നുണ്ട്. ആ ചെടിയൊക്കെ ഫുൾ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്ക ചെടികളിലെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് വെള്ളം ഒഴിച്ചാലും കാര്യം ഉണ്ടാവില്ല. നല്ല ചൂട് തിളച്ച വെള്ളമായിരിക്കും. ഉച്ച ടൈമിലൊന്നും കുളിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ചൂടുവെള്ളം. നമ്മളൊക്കെ രാത്രിയിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ തണുത്തിരിക്കുക, അത് തണുത്താവും. അങ്ങനെയാണ് കുളിക്കുന്നതൊക്കെ തന്നെ. അത്രയും ചൂടുവെള്ളം അത് പൈപ്പിൽ നിന്ന് വരുന്നത്. പിന്നെ ഞാൻ ചോറ് വെക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ കലമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ നിറച്ച് കലം വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം അത് തിളച്ച് വരുമ്പോൾ അരിയിടണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മാക്സിമം ആദ്യം തന്നെ കുക്കിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ ശ്രമിക്കാറുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ ഫുൾ മടി പിടിക്കും. ലാസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് തന്നെ ഇല്ലാത്തൊരു ഇതായിരിക്കും കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്നൊരു ബീഫ് ഫ്രൈ, ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ലുലുവിൽ പോയപ്പോഴത്തേക്കും ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ നല്ല ബീഫൊന്നും കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ വാപ്പച്ചി ഇങ്ങനെ ഇറച്ചിക്കട പോലെ ഉണ്ടാവും ഇവിടെ, ലേഡീസ് മാർക്കറ്റും സീക്കോൻ്റെ അവിടെയൊക്കെ ഇറച്ചിക്കട ഉണ്ടാവും. അവിടെ നിന്നൊക്കെ വാപ്പച്ചി മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അല്ലാണ്ട് നമ്മൾ പോകുമ്പോൾ ഈ ലുലുവിലെ ബീഫ് കുഴപ്പമില്ല, നല്ല ബീഫാണ്, ഇന്ത്യൻ ബീഫാണ്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയെടുക്കാൻ പോവാണ്. ഞാൻ തണുപ്പൊക്കെ ഐസൊക്കെ മാറാനായിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഐസൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ബീഫ് കഴുകുന്ന കുറച്ച് വിനാഗിരിയും ഇതൊക്കെ ഒഴിച്ചിട്ടാണ് ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ഇത് പോകുന്നത് വരെ കഴുകിയെടുക്കണം. പിന്നെ മേടിക്കുമ്പോൾ തന്നെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി മേടിക്കും. അല്ലാണ്ട് നമുക്ക് മേടിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കാനും കറി വെക്കാനൊക്കെ ഉള്ള രീതിയിൽ മേടിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തരാൻ പറയും. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ട് അധികം ഒരുപാട് നെയ്യില്ലാത്ത ബീഫാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം കഴുകിയെടുത്ത് ഞാൻ എൻ്റെ വെള്ളം ഇതാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ട് ഇതിലും സിമ്പിളായിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡേഴ്സൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 1.5 ഇട്ടാലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടെ ഞാൻ മിക്സാക്കി വെച്ചതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ മസാലയെന്ന് പറയാനായിട്ട്. നമ്മളിതിൽ സവോളയോ തക്കാളിയോ
അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാത്തൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ അതേ കുക്കർ വെച്ചു, ബീഫ് ഇട്ടു. അപ്പോൾ ബീഫ് ഒന്ന് ഫസ്റ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു റെസിപ്പി ഇക്ക പറഞ്ഞതാണ്. ഇക്ക എവിടുന്നോ വീഡിയോയിലോ എന്തോ ഈ റെസിപ്പി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ സവോള തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയല്ലേ ചെയ്യാറ്. അപ്പം ഈ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ബീഫ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തുകൂടെ നോക്കുന്നതാണ്. എന്തായാലും ഞാൻ ലാസ്റ്റ് പറയാം ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, വെള്ളം വേണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ബീഫ്, നമ്മുടെ നാട്ടിലത്തെ ബീഫാണ് കുറച്ചുകൂടെ എനിക്കൊന്ന് വേവ് കൂടുതലുണ്ടാവും. ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും തീരെ ലോ ഫ്ലെയിമിൽ 2 വിസിലും കറക്റ്റായിട്ട് ബീഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി ഇവിടുത്തെ ഇതിൽ. അപ്പോൾ അത്യാവശ്യം ബീഫ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നമ്മൾ കുറച്ച് വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം, റെഡിയാക്കി എടുക്കണം. ഫസ്റ്റ് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം. അപ്പം നല്ലതായിട്ട് ഈ എണ്ണയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. അത് എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന ടൈമിൽ നമ്മൾ ബീഫ് റെഡിയാക്കി വെച്ച ആ ഒരു സ്റ്റോക്ക്, അത് മാത്രം, ബീഫല്ല സ്റ്റോക്ക് മാത്രം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതൊന്ന് വറ്റി കുറുകി വരുന്ന ടൈമിൽ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഈ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ ഗ്യാസ് ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫ് ഇട്ട് കൊടുത്തായിരുന്നു, അപ്പോൾ ആ വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് വറ്റി കുറച്ച് കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആക്കിയിട്ടൊരു റോസ്റ്റ് പരുവത്തിലാണ്, അങ്ങനെ എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് കുറച്ചുകൂടെ നന്നായിട്ട് ഇക്കാക്ക് ഡ്രൈ ആണ് കൂടുതൽ ഇഷ്ടം, നല്ല ഡ്രൈ ആക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നന്നായിട്ട് വറ്റട്ടെ. ഞാനൊരു +1 +2 ഡിഗ്രി അങ്ങനെ ചെറുതിലായിരുന്നു ഒരു ടൈമിൽ ഞാൻ കൂടുതലും എനിക്ക് ചിക്കനായിരുന്നു ഇഷ്ടം, ബീഫ് അത്ര എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബീഫിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ബീഫ് ഫ്രൈ, പൊറോട്ട, ബീഫാണ്. ചിക്കനൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മടുത്തു. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ സവോള ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഞാൻ ഫൈനലായിട്ട് കുറച്ച് സവോള, ഒരു പകുതി സവോള ഞാൻ അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് സവോള ഇടുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, കുറച്ച് കടിക്കുന്ന എന്തെങ്കിലും ഒരു ഇതിന് അതും കൂടെ കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഓഫാക്കിയിട്ട് ഞാൻ കുറച്ച് തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ വഴറ്റിയിട്ടോ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇക്ക വന്നായിരുന്നു. ഇക്കാക്ക് ഇന്ന് ഉച്ച വരെ ഉള്ളൂ ഡ്യൂട്ടി. അപ്പോൾ ഇക്ക ഉച്ചയൊക്കെ 2 മണിയൊക്കെ ആയപ്പോൾ വന്നു. അങ്ങനെ ഞാൻ ഇക്കാക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബീഫ് ഫ്രൈയും പിന്നെ അതിൻ്റെ കൂടെ പരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് അടിപൊളി ബീഫ് ഫ്രൈ ആണ്, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അധികം ഒന്നും ചേർക്കാത്തതുകൊണ്ട് വിചാരിക്കും ഇങ്ങനെ ഈ ചെറിയുള്ളി ഒന്നും ചേർക്കാതിരിക്കുമ്പം മെയിനായിട്ട് ബീഫ് ഫ്രൈയിൽ ചേർക്കുന്നതാണ് ചെറിയുള്ളിയും അതെല്ലാം. പക്ഷെ അതൊന്നും ഇല്ലാത്തപ്പോൾ ടേസ്റ്റിന് കുറച്ച് കുറവുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഈസിയുമാണ്, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ബീഫ് ഫ്രൈ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇഫ്രൂന് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോറും പരിപ്പ് കറിയും കുറച്ച് ബീഫൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കത്തൊന്നുമില്ല, ഞാനിങ്ങനെ കുറച്ച് കഴിക്കത്തുള്ളൂ. കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇഫ്രൂന് ഈ ചോറ് മാത്രം പറക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കറിയൊന്നും ഇല്ലാണ്ട്. കുറച്ചൊക്കെ അങ്ങനെയും കഴിക്കും, ഇതുപോലെ വാരി കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തുണി കുറച്ച് കഴുകി പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കടുത്തോണ്ട് വായിക്കാം, നമുക്ക് തുണി എടുത്തിട്ട് വരാമെന്ന്. ഞങ്ങൾ ടെറസിലേക്ക് പോവാണ്. അപ്പോൾ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് റൂമിൽ, അത് ഞാൻ ചെന്നിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ വരുന്നത് പോലും ആൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ എപ്പോഴും വന്ന് തുണിയൊന്നും ആദ്യമൊക്കെ തുണി അങ്ങനെ വിരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ഞങ്ങൾക്ക് 3 ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റാണ്. അപ്പം
നമുക്കൊരു ബെഡ്റൂം മതി, ബാക്കി ഒരെണ്ണം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഒന്ന് ഡൈനിങ് ഹോള് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഞാൻ ഫ്രീ ആയിട്ട് കിടക്കുന്ന റൂമിൽ ഈ തുണിയൊക്കെ വിരിച്ചിടുക ആയിരുന്നു പതിവ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ടെറസിൽ കൊണ്ടുവന്ന് തുണി വിരിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഇപ്പോഴത്തെ വെയിലിന് പിന്നെ ഇട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തുണി എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ ഡ്രൈ ആക്കിയിട്ടാണല്ലോ തുണി വിരിച്ചിടുന്നത്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ചൂടിൻ്റെ ഇതറിയുള്ളൂ. ഫ്ലാറ്റിനകത്ത് ഫുൾ AC ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ ചൂടിൻ്റെ ആ ഒരു അത്ര അറിയത്തില്ല. പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ ടെറസിൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റില്ല, അത്ര ഹൈറ്റിലാണ് ഇതിൻ്റെ മതിലൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഇതേ തുണിയൊക്കെ എടുത്തു തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഈ ഒരു ഫ്ലോറിൽ ടെറസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ്. ഇതാണ് പരിപാടി. ഞങ്ങൾ പോയപ്പോൾ ഒന്നും അറിഞ്ഞില്ല, ആൾ ഇതേ ഫോണിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഫ്രൂവിനെ ഉറക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.